എമിലി ഇന്ന് ചുൾബുളിന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ അത് അവന് തന്നെ ഓർമ്മയില്ല. എമിലി, നമുക്ക് ചുൾബുളിന് ഒരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ? യെസ് വീർ, ചുൾബുൾ നമ്മുടെ സർപ്രൈസ് പാർട്ടി കണ്ട് ഒരുപാട് സന്തോഷിക്കും വീർ. സംസാരിച്ചോണ്ടിരുന്ന രണ്ടുപേരും എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? ഇപ്പൊ എന്താ മേലോട്ടേക്ക് പോകുന്നത്? എന്റെ ഡോങ്കി സെൻസ് പറയുന്നു ഇവര് രണ്ടുപേരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്നാണ്. ഒന്നുമില്ല. നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ സംസാരിക്കുന്ന കാര്യം ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കാം. എനിക്ക് തോന്നുന്നത് അവൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തോ മറയ്ക്കുന്നു അവൻ വിചാരിക്കുന്നു. വാ വീർ, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാം. ആദ്യം വെറും സംശയമായിരുന്നു, ഇപ്പോഴും എനിക്കത് കൺഫേം ആയിരിക്കാണ്. അവരെന്നോട് പറയാതെ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്. ചേട്ടോ, വീറും എമിലിയും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുകയാണ്. എനിക്കത് മറിഞ്ഞു നിന്ന് കേൾക്കാനുള്ള ശക്തി ഇതാ. വളരെ ദൂരത്തിനുള്ള കാര്യം പോലും എനിക്ക് കേൾക്കണം. എന്റെ ഹിയറിംഗ് കപ്പാസിറ്റി 100 മടങ്ങ് അധികമാക്ക്. വേണ്ട 1000 മടങ്ങ് ആക്ക്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും കേൾക്കണം. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയണം. ഓക്കെ ചുൽബുൽ. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. മതി നിർത്ത്. നിന്റെ മാജിക് തിരിച്ചെടുത്തോ. എന്റെ ചെവിക്കല് പൊട്ടി ചോര പൊടിയെന്നാണ് തോന്നുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ശബ്ദങ്ങൾ ഒരുമിച്ച് കേട്ടാൽ വീടിന്റെ എമിലിയുടെയും വോയിസ് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചെണ്ടോ, വേറെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. എനിക്ക് എമിലിയും വീരും സംസാരിക്കുന്നത് മാത്രം കേട്ടാൽ മതി, പക്ഷെ അവരറിയരുത്. ഇന്നാ പിടിച്ചോ, ഇതാണ് ഇൻവിസിബിൾ ഷോൾ. ഇതെടുത്ത് നീ മൂടിക്കഴിഞ്ഞാൽ വീറിന് നിന്നെ കാണാനേ പറ്റില്ല. നിനക്ക് അവന്റെ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് അവൻ സംസാരിക്കുന്നതെല്ലാം കേൾക്കാൻ പറ്റും. താങ്ക് യു ചിന്റു. ഞാൻ കേക്കും സ്വീറ്റും ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ചുൾബുളിന് വേണ്ടിയിട്ട് വളരെ സ്പെഷ്യലായി ഒരു ക്യാരറ്റ് കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നേ. വാവ്, ക്യാരറ്റ് ഫ്ലേവർ ആണോ? ചുൾബുൾ അത് കണ്ട് ഒരുപാട് സന്തോഷിക്കും. ഇപ്പൊ നിങ്ങൾ സംസാരിക്കേ. എന്തുമാത്രം വേണമെങ്കിലും സംസാരിച്ചോ, ഞാൻ അതെല്ലാം കേൾക്കാൻ പോവാ. ഈ ചുൾബുളിന്റെ വോയിസ് എവിടുന്നാ കേൾക്കുന്നേ? അതെ, സ്ലൈഡിംഗ് വീൽ ഓൺ. ചുൾബുൾ, നീ എങ്ങനെ ഇവിടെ വന്ന് കുടുങ്ങിയത്? ദയവിത് ആദ്യം ഒന്ന് രക്ഷിക്ക്, പിന്നീട് ഞാൻ നിന്നോട് എല്ലാ കാര്യവും പറയാം. നിനക്കപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എങ്ങനെയാ ട്രക്കിന്റെ പിറകിൽ കുടുങ്ങിപ്പോയത്? ഞാൻ കുടുങ്ങിയതല്ല, അവരെന്നെ കുടുക്കിയതാ. ആ കാര്യം വിട്. നിങ്ങളൊരു കാര്യം പറ, നിങ്ങൾ എന്ത് രഹസ്യമാണ് എന്നിൽ നിന്നും മറയ്ക്കുന്നത്? ചേട്ടാ, നിന്നോടെന്ത് മറയ്ക്കാനാ ചുൾബുൾ? ഞങ്ങൾ ഹോംവർക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. വീണ്ടും അവർ എസ്കേപ്പ് ആയല്ലോ. ഞാൻ ഇത് കണ്ടുപിടിക്കാതെ വിടൂല. ഇവരെന്തോ ഒരു കാര്യം എന്നോട് മറയ്ക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ലൊക്കേഷനും ഡെക്കറേഷനും മാത്രം. പാർട്ടി എവിടെ ഓർഗനൈസ് ചെയ്യുന്നത്? ഡെക്കറേഷൻ ഏത് തരത്തിലാ വേണ്ടത്? ഡെക്കറേഷന്റെ ജോലി നമുക്ക് ചിണ്ടൂര് തന്നെ കൊടുത്തേക്കാം, അല്ലേ വീർ? അത് നല്ല ഐഡിയ. എന്റെ പൊന്നി ചെണ്ടു, നീയാണ് എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്ക്. എനിക്ക് വീരും എമിലിയും സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കണം, പക്ഷെ അവനെ അറിയാനും പാടില്ല. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ഇന്നാ പിടിച്ചോ, ഇത് ഫ്ലൈയിങ് കാർപ്പറ്റ് ആണ്. എവിടെയൊക്കെ വീറും എമിലിയും സംസാരിക്കുന്നുവോ അവിടെ നീ അവരുടെ മേളിൽ കൂടെ പറന്നുകൊണ്ട് അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടോളൂ. ഓക്കേ, താങ്ക്സ്. ഈ കാർപ്പറ്റ് വളരെ സ്പെഷ്യലാണ്. ആരിതിൽ കയറി ഇരുന്നാലും ഇതവരെ സംരക്ഷിക്കുകയും ചെയ്തോളും. അതുകൊണ്ട് നിനക്കൊരാപത്തും ഉണ്ടാവില്ല. ഇത് വീറിന്റെ വീടാണോ? അതെ. എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ ആൽഫ ബേക്കറിയിൽ നിന്ന് വന്നിരിക്കുക. ഇത് വീറിന്റെ ഓർഡർ ആണ്. അതിങ്ങ് തന്നേക്ക്, ഞാൻ വീറിന് കൊടുത്തോളാം. അത് ഞാനൊന്ന് നോക്കട്ടെ, ഇതിനകത്ത് എന്താണുള്ളത്. ഞാൻ ചെന്ന് വീറിനെ വിളിച്ചോണ്ട് വരാം. ഓ, അപ്പൊ അവര് രണ്ടുപേരും ഞാനില്ലാതെ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കല്ലേ? ഇന്നലെ വരെ അവരെന്റെ സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ ഇന്ന് എല്ലാം തലകീഴായി മാറി. നോക്കിക്കോ, ഇന്ന് ഇതെല്ലാം ഞാനാ കഴിക്കാൻ പോകുന്നത്. ഒരു കഷ്ണം പോലും ഞാൻ അവർക്ക് കൊടുക്കൂല.
പക്ഷെ ആ പാഴ്സൽ ബാഗ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചുൽബുള്ള അത് വാങ്ങി വെച്ചത്. ഓഹോ, നീ എന്തിനാ അതുകൊണ്ടേ അവന്റെ കൈ കൊടുത്തത്? അവൻ രാവിലെ മുതൽ ദേഷ്യത്തിലായിരുന്നു. ഇത് കാണുമ്പോ അവന് ദേഷ്യം കൂടത്തേ ഉള്ളൂ. ശരി വാ, അവനെ തേടി കണ്ടെത്താം. ഹായ് ചുൽബുൾ, എന്റെ പേര് ഗോട്ടിയ എന്നാണ്. ഇതെന്റെ കൂട്ടുകാരൻ ബന്ദ, അവൻ അഖോരി, പിന്നെ അവൻ ടപ്പോരി. ഹായ്. ഏയ്, നിങ്ങൾക്ക് എന്റെ പേര് അറിയാമോ? ഞങ്ങൾക്ക് നിന്റെ വീട് എവിടാന്ന് വരെ അറിയാം. നോക്കട്ടെ നിന്റെ ബാഗിനകത്ത് എന്താണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പുണ്ട്. ഇത് എന്റേതാണ്. ഇത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. ഇത് നീ ഇവിടുന്ന് കൊണ്ടുപോയാലല്ലേ നിനക്ക് കഴിക്കാൻ പറ്റും. എന്റെ ഫ്രണ്ടിനെ എടുത്തിട്ട് ഫുട്ബോൾ കളിക്കാൻ മാത്രം ആർക്ക് എത്ര ധൈര്യം? ഞാൻ ഇപ്പൊ തന്നെ അവനെ കുംഫു എക്സ്പെർട്ട് ആക്കി മാറ്റിയേക്കാം. കൂട്ടുകാരെ, ഇവരെ നമുക്ക് തോപ്പിക്കാൻ കഴിയില്ല. ഓടിക്കോ. ഹേയ് ചുൾബുൾ, കൊള്ളാം. നീ എന്തൊരു ഫൈറ്റാ ചെയ്തത്. നിങ്ങളിത് തനിച്ചിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചതല്ലേ? പക്ഷെ ഇന്ന് ഞാൻ ഇത് മുഴുവൻ തനിച്ച് കഴിക്കാൻ പോവാ. റോബോബോയ് സ്യൂട്ട് ഓൺ. ചുൾബുൾ, മതി, നിർത്ത്. ഇനിയെല്ലാം നിന്നോട് തുറന്നു പറയാനുള്ള സമയമായി കഴിഞ്ഞു. എന്താ പറയാൻ പോന്നേ? നീ ആദ്യം കണ്ണടയ്ക്ക്, എന്നിട്ട് ഞാൻ പറയാം.
കണ്ണു തുറന്ന് നോക്ക് ചുൾബുൾ. അല്ല ഇതൊക്കെ എന്താണ്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണോ? ശരിക്കും എനിക്കത് ഓർമ്മ പോലും ഇല്ല. എനിക്ക് വേണ്ടി നിങ്ങളെ സർപ്രൈസ് പാർട്ടി ഓർഗനൈസ് ചെയ്തതാണല്ലേ. പക്ഷെ ഞാൻ നിങ്ങളെ സംശയിച്ചു. ഞാൻ ചെയ്തത് വളരെ തെറ്റായി പോയി. നിങ്ങൾ എല്ലാവരും എത്ര നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ദയവ് എന്നോട് ക്ഷമിക്കൂ വീർ, എന്നോട് ക്ഷമിക്കൂ വീർ. ഇപ്പൊ നീ കരച്ചിലൊക്കെ നിർത്ത്, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യും. എല്ലാരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വീർ, വീർ, എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. മാസ്ക്യൂട്ടാ, ഇന്ന് നമ്മൾ ബോസിനോട് ആ കാര്യം പറയേണ്ട സമയമായി കഴിഞ്ഞു. അതായത് ലോകത്തുള്ള ആരുടെയും മാസ്ക് നിനക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നീ പറയണം. വേഗം വരൂ, ബോസിന്റെ മാസ്ക് റെഡിയാക്ക്. ഞാനത് റെഡിയാക്കി കഴിഞ്ഞു ഡിംബക്ടു. ഇതാ പിടിച്ചു നിന്റെ ബോസ് മാഡ് മാക്സിന്റെ മാസ്ക്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് തടിച്ചു പോയത്? ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഞാനല്ല ഇത്. എനിക്കെങ്ങനെയാ കൊടവേർ വന്നത്? നിങ്ങളിപ്പോ ഫാറ്റ് ആയി പോയി ബോസ്. വെരി വെരി ഫാറ്റ്. She is right, boss. She is right. ഇത് ടിംബക്ടുവിന്റെ ശബ്ദമാണല്ലോ. അവൻ എന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ ഒരുപാട് കളിയാക്കും. പക്ഷേ ബോസ്, എനിക്ക് എന്റെ റിഫ്ലക്ഷൻ മിററിൽ കാണാൻ പറ്റുന്നില്ലല്ലോ. നീ അത്രയ്ക്ക് സ്ലിം അല്ലേ, അതുകൊണ്ടാണ് നിനക്ക് നിന്റെ റിഫ്ലക്ഷൻ മിററിൽ കാണാൻ കഴിയാത്തത്. താങ്ക് യു ബോസ്, താങ്ക് യു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മിറർ എങ്ങനെയാണ് പറയുന്നത്? സംതിങ് ഈസ് റോങ് ബോസ്. മിയാവ്. She is right, boss. She is right. അത് ടിംബക്ടു ആണല്ലോ. പക്ഷേ മുഖം എന്റേതാണ്. ഇതെങ്ങനെ സംഭവിച്ചു? മനസ്സിലാവുന്നില്ല. ഇതെന്ത് കളിയാണ് ടിംബക്ടു? നീ എന്നെ ഒരു നിമിഷം പേടിപ്പിച്ച് കളഞ്ഞു. എന്റെ മാസ്ക് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ബോസ്, ഇവനാണ് ബോസ് സർ മസ്ക്യൂട്ട. ഇവനെ കൊണ്ട് ലോകത്തുള്ള ആരുടെ മാസ്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇത് കണ്ടോ ബോസ്, ഇവൻ വേറൊരാളുടെ മാസ്കും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ ഇത്? അറ്റാക്ക്! ഇതുപോലെ അവനെ ഓടിക്കണമെന്ന് ഞാൻ കുറെ നാളായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. മിസ്റ്റർ മാസ്ക്യൂട്ടർ, വീറിന്റെ മാസ്ക് അണിഞ്ഞുകൊണ്ട് സിറ്റിയിൽ പോയി ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ജനങ്ങളെയെല്ലാം ഭീതിപ്പെടുത്തി വീറിനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അതിനുശേഷം വീറെന്റേതായി മാറും. എങ്ങനെയുണ്ട് എന്റെ ഈ പ്ലാൻ? You are genius boss. Super duper genius. She is right, boss. She is right. പക്ഷെ ഒരു കാര്യം മനസ്സിലാകുന്നില്ല, എന്റെ തലയിൽ എന്താണ് ഇത്തരത്തിലുള്ള ഐഡിയകളൊന്നും ഉദിക്കാത്തത്? ഇവിടെ സൈക്കിൾ ഓടിക്കരുത്, പറയുന്നത് കേൾക്ക്. നിക്കാനല്ലേ പറഞ്ഞത്? അത്രയ്ക്കായോ? വീറിന് ഇവിടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാനും ഇവിടെ സൈക്കിൾ ഓടിക്കും. കെ പാക്കി വരൂ. വണ്ടി സ്റ്റോപ്പ്. എന്താ നീ ചെയ്യുന്നത്? ഡോണ്ട് വറി സർ, പ്രിൻസിപ്പൽ സാർ കോറിഡോറിൽ സൈക്കിൾ ഓടിക്കാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. നീ പറയുന്ന പ്രിൻസിപ്പൽ ഞാനാണ്. ഞാൻ അങ്ങനെ ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല. സോറി സർ.
ഇന്ന് എല്ലാ സ്റ്റുഡൻസും കോറിഡോറിൽ എന്തിനാ സൈക്കിൾ ഓടിക്കുന്നത്? നീയാ എല്ലാരോടും പറഞ്ഞിരിക്കുന്നതല്ലേ ഞാൻ പെർമിഷൻ തന്നൂന്ന്. ആദ്യമായിട്ടാ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് 1 മണിക്കൂർ ഡിറ്റക്ഷൻ ചെയ്തിട്ട് വേണം നീ പോകാൻ. ഇനി മേലാ നീ ഇതുപോലെ എന്തെങ്കിലും തെറ്റിയതാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. സാർ, പക്ഷെ ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല സാർ. അതെ സർ, വീർ ഇത്രയും നേരം എന്റെ കൂടെയായിരുന്നു. 2 മണിക്കൂർ ഡിറ്റൻഷൻ. പക്ഷേ സാർ, 2.5 മണിക്കൂർ ഡിറ്റൻഷൻ. ആരോ എനിക്കെതിരെ ചതി ചെയ്തിട്ടുണ്ട്. അതാ ഇങ്ങനെ. ആരോ എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ അത് ആരായിരിക്കും? മിസ്റ്റർ മാസ്കൂട്ട, നിങ്ങൾ ആ സ്കൂളിൽ ചെന്ന് ഒരു കലക്കി കളഞ്ഞു. അതുപോലെ ബസാറിലും ചെന്ന് ഒരു കലക്കിട്ടേക്ക് വാ. ഹലോ കൂട്ടുകാരെ, ചോക്ലേറ്റ്സും മിഠായിസും കഴിക്കുന്നോ? അതെ അതെ. എന്താ നീ ഇങ്ങനെ എല്ലാരും ചെയ്യുന്നത്? കഴിച്ചോ? എടുത്തോളൂ. എടാ കുട്ടികളെ, ഇവിടുന്ന് ഒന്ന് മാറിപ്പോ, ഓടിപ്പോ. ഇതെല്ലാം എന്റെ ചോക്ലേറ്റ്സ് ആണ്. എന്റെ ഒരു ചോക്ലേറ്റ് പോലും കൈവയ്ക്കരുത്, പറഞ്ഞേക്കാം. ആ, ഈ വീറിന് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ചെന്ന് അപ്പൂപ്പനോട് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളാരും കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ 1 മിനിറ്റ് നിൽക്ക്, ഞാൻ വീറിനോട് തനിച്ചൊന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പൂപ്പ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിന്നെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ് മോനെ. പക്ഷേ എനിക്കിപ്പോ നിന്റെ ഉള്ളിലുള്ള ഇൻബിൽറ്റ് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്താ കൊള്ളാവുന്നുണ്ട്. ഇന്നത്തെ ദിവസം മുഴുവൻ നീ എന്താ ചെയ്തതെന്ന് എനിക്കൊന്ന് കാണണം. ആരോ നിന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. നിന്നെപ്പോലെ മാസ്ക് വെച്ച എവന്റെയോ പണിയായത്. അവൻ ചെയ്യുന്ന തെറ്റിനെല്ലാം നീയാ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പൂപ്പ, ഇത്രയും പെട്ടെന്ന് ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ ചെന്ന് ഈ കാര്യം പുറത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്കാം. നീ വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് വീർ? എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വരും എമിലി. ഞാൻ അവനെ ഉടനെ പിടികൂടും. അതുകൊണ്ടോ, അവൻ എന്നെ പോലെ തന്നെയുണ്ട്. എടാ എന്താ നീ ചെയ്യുന്നത്? നിർത്ത്. എടാ നിർത്തടാ പറഞ്ഞേ. പ്രിൻസിപ്പൽ സാർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്ന് ഹോളിഡേ ആണ്. എല്ലാരും വീട്ടിലോട്ട് പോയിക്കോ. എല്ലാവരും നിക്ക്. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പ്രിൻസിപ്പൽ സാറിനോട് കംപ്ലൈന്റ് ചെയ്യാം. വീർ, ഇപ്രാവശ്യം നിന്നെ അവർ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ബൈ ബൈ വീർ. അങ്കിൾ, പ്രിൻസിപ്പൽ സാറിനോട് പോയി പറയേ എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ ഇപ്പൊ തന്നെ ചെന്നവനെ പിടിച്ചേക്കാം. സോറി റോബോ ബോയ്, സോറി. ഇറ്റ്സ് ഓക്കേ. Diving suit on. Diving suit on. ഞാൻ നിന്നെ വക വരുത്താതെ ഇവിടുന്ന് പ്രശ്നമില്ല.
വിടു വീർ, എന്നെ വിടു വീർ, എന്നെ വെറുതെ വിടൂ വീർ. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഞാൻ നിന്റെ മാസ്ക് അടിച്ചോണ്ട് ജനങ്ങളെ എല്ലാം കളിപ്പിക്കുകയായിരുന്നു. ടിംബക്ടു ആണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞയച്ചത്. ദയവേത് നീ എന്നെ വെറുതെ വിട്ടേക്ക് വീർ. ഓ, എന്ന് വെച്ചാൽ നിന്നെ മാഡ് മാക്സ് ആണല്ലേ പറഞ്ഞയച്ചത്. അപ്പോൾ നീ മാസ്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്ട് ആണല്ലേ? വെരി ഗുഡ്. ഇത് കണ്ടോ അപ്പൂപ്പ, വീറിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ഇവനാണ് വീറിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ വീർ എവിടെയാ അപ്പൂപ്പ? ഓ, അവനോ? അവനിപ്പോ സ്കൂളിലാണ് മോനെ. ഇവൻ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട്. ഇവൻ കാരണം ഞങ്ങളുടെ എല്ലാം ബിസിനസ് നാശമായിരിക്കുക. അരുത് അരുത്, എന്നെ ഒന്നും ചെയ്യരുത്. ഇനി ഒരിക്കലും ഞാൻ ഈ സ്ഥലത്തേക്ക് വരില്ല. എന്നെ വിട്ടേക്കൂ, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഇനി അവൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ശരി, ഞാൻ പോട്ടെ അപ്പൂപ്പ.